ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആകാശം ഇനി കൂടുതൽ സുരക്ഷിതമാകുമെന്ന് വേണമെങ്കിൽ പറയാം. വിദേശ രാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വമ്പൻ തീരുമാനവുമായി നമ്മുടെ കേന്ദ്ര സർക്കാരും ഇന്ത്യൻ വ്യോമസേനയും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ ചരിത്രം കുറിക്കാൻ പോകുന്ന ആ മഹാപദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ആ തീരുമാനം? അതറിയണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഭാരതത്തിൻ്റെ ആകാശ അതിർത്തികൾ കാക്കുന്ന നമ്മുടെ പൈലറ്റുമാർക്ക് ഇനി ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലനം ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. ഇതിനായി 150 അത്യാധുനിക അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനർ വിമാനങ്ങൾ വാങ്ങാനുള്ള നടപടികൾക്ക് ഇന്ത്യ തുടക്കമിട്ട് കഴിഞ്ഞു. നിലവിലുള്ള ഹോക്ക് വിമാനങ്ങൾക്ക് പകരമായിട്ടാണ് ഇവ എത്തുന്നത്. തേജസ്, റഫേൽ, സുഖോയ് തുടങ്ങിയ അത്യാധുനിക വിമാനങ്ങൾ പറത്തുന്നതിന് മുൻപ് പൈലറ്റുമാർക്ക് നൽകുന്ന സ്റ്റേജ് 3 പരിശീലനത്തിനായാണ് ഈ പുതിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. പക്ഷേ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് 150 പുതിയ വിമാനങ്ങൾ വാങ്ങാൻ കേന്ദ്രം തീരുമാനിച്ചത്? അതിനു പിന്നിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. നമ്മുടെ വ്യോമസേനയിൽ 3 ഘട്ടങ്ങളായാണ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡിൻ്റെ PC-7 വിമാനവും ഇന്ത്യയുടെ സ്വന്തം HTT-40യും ഉപയോഗിക്കും. രണ്ടാം ഘട്ടത്തിൽ കിരൺ വിമാനങ്ങളും. എന്നാൽ അവസാന ഘട്ടത്തിൽ, അതായത് ഏറ്റവും ഉയർന്ന വേഗതയിലും സാങ്കേതികവിദ്യയിലും പൈലറ്റുമാരെ പ്രാപ്തരാക്കുന്ന 3ാം ഘട്ടത്തിലാണ് ഈ പുതിയ 150 വിമാനങ്ങൾ ഉപയോഗിക്കാനായി തീരുമാനമെടുത്തിരിക്കുന്നത്. ലോകത്തെ മുൻനിര വിമാന നിർമ്മാതാക്കളിൽ നിന്നാണ് ഇന്ത്യ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സുതാര്യമായ പരിശോധനകൾ നടക്കും. ഇന്ത്യയുടെ പണം നഷ്ടപ്പെടാത്ത നോ കോസ്റ്റ് നോ കമ്മിറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ നടക്കുക. 2030ഓടെ ഇവ സേനയുടെ ഭാഗമാക്കാനാണ് പദ്ധതി. ഭാവിയിൽ തേജസ് മാർക്ക് 1A, തേജസ് മാർക്ക് 2, AMC-A തുടങ്ങിയ പുതിയ തദ്ദേശീയ വിമാനങ്ങൾ വരുമ്പോൾ അവയെല്ലാം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള കൂറ്റൻ പൈലറ്റ് പടയെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വമ്പൻ ലക്ഷ്യമായി ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇനി പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വിമാനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെർച്വൽ സിമുലേഷൻ, 360 ഡിഗ്രി ഡോം സാങ്കേതികവിദ്യ, അതുപോലെ തന്നെ ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ എന്നിവയുണ്ടായിരിക്കും. അതായത് പൈലറ്റുമാർക്ക് വിമാനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ തത്സമയ വെല്ലുവിളികൾ നേരിടാൻ പരിശീലിക്കാമെന്നതാണ്. മാത്രമല്ല അമേരിക്കയുടെ T-7 റെഡ് ഹോക്ക്, ഇറ്റലിയുടെ M346 എന്നിവയോടൊപ്പം ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന HLFT-42 എന്ന തദ്ദേശീയ വിമാനവും ഇതിനായുള്ള മത്സര രംഗത്തുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തെ മുൻനിർത്തിയാണ് നമ്മുടെ രാജ്യം ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത് എന്ന് വ്യക്തം. ഭാരതത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും സാങ്കേതികമായി മുന്നിലെത്തുന്നതിലും കേന്ദ്ര സർക്കാരിൻ്റെയും വ്യോമസേനയുടെയും ഈ തീരുമാനം വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. പൈലറ്റുമാർക്ക് നൽകുന്ന മികച്ച പരിശീലനത്തിലൂടെ ഭാരതത്തിൻ്റെ ആകാശം എന്നെന്നും സുരക്ഷിതമായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഈ മാസ് തീരുമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.